ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് പോകാൻ പോകുന്നത് നമ്മളുടെ കോട്ടയത്ത് ലുലു മാളിൽ പുതിയ ഷോറൂം തുറന്നാലും എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. അപ്പോൾ എന്നാൽ അവിടെ തന്നെ ഒന്ന് പോയേക്കാമെന്ന് ഓർത്തു. നമ്മൾ പോകുന്നത് ക്രിസ്മസിന് ദിവസമാട്ടോ. അതുകൊണ്ട് തന്നെ നല്ല രീതിക്കുള്ള തിരക്കുണ്ട്. സാധാരണ ആ സൈഡിലേക്ക് അങ്ങനെ ബ്ലോക്കൊന്നും വരാത്തായിരുന്നു, പക്ഷേ അത് നല്ല രീതിക്കുള്ള ബ്ലോക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഈ ലുലു മാളിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം, ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒത്തിരി പാർക്കിംഗ് ഏരിയ ഉണ്ട്. 2 വീലേഴ്സ് ആവട്ടെ 4 വീലേഴ്സ് ആവട്ടെ, അത്യാവശ്യം നല്ല രീതിക്ക് വണ്ടി നമുക്ക് ഫ്രണ്ടിൽ തന്നെ പാർക്ക് ചെയ്യാം. അതുകൂടാതെ സൈഡിലും വേറെ സെപ്പറേറ്റ് പാർക്കിംഗ് ഉണ്ട്. പിന്നെ അകത്തേക്ക് കയറിയപ്പം ഇതിന് 2 നിലയാണ് ഉള്ളത്. അവിടെ തന്നെ സ്റ്റെയർ കേസ് ഒന്നുമില്ല, എസ്കലേറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ലിഫ്റ്റും അവൈലബിൾ ആണ്. ക്രിസ്മസ് ആയതുകൊണ്ടും പുതിയ ഷോറൂം തുറന്നതായതുകൊണ്ടും തന്നെ നല്ല രീതിക്കുള്ള തിരക്ക് നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ കാണാനായിട്ട് പറ്റും. പിന്നെ അവിടെ ഒത്തിരി കടകളൊന്നും ഇല്ല, ഓരോന്നോരോന്നൊക്കെയായിട്ട് പ്രവർത്തനം ആരംഭിച്ച് വരുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ എല്ലാമൊക്കെ ഒന്ന് കയറി കണ്ടു. പിന്നെ എറണാകുളത്തെ ലുലു മാളിൽ ഒത്തിരി പോയിട്ട് വരുന്നവർക്ക് ഈ ഒരു ഷോറൂം അത്ര വലിയൊരു അത്ഭുതമാവാൻ സാധ്യതയില്ല. പിന്നെയും ഒത്തിരി ആളുകൾ കൂടുതലായിട്ട് കയറി ഷോപ്പിംഗ് നടത്താൻ സാധ്യതയുള്ളത് നമ്മൾ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിലാണ്. അവിടെയും പതിവ് പോലെ തന്നെ ഒത്തിരി ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ടും ഫാമിലിയൊക്കെ ആയിട്ടും നമുക്ക് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒത്തിരി ഷോപ്സ് ഇതിനകത്തുണ്ട്. പിന്നെ നമ്മൾ ചില കടകളിലൊക്കെ കയറിയപ്പം അവിടെയൊന്നും വീഡിയോസ് എടുക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. അപ്പം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരൊന്ന് പറയും എടുക്കാൻ പാടില്ല എന്നൊക്കെ ഉള്ളത്. പിന്നെ നമ്മളും ഒരിടത്ത് കയറി, അപ്പോൾ ആ ചേട്ടൻ പറയുകയാണ് എടുക്കരുതെന്നുള്ളത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ ദേ ഒരു ബാഗിൻ്റെ സെക്ഷനിലൊക്കെ വന്നു. പറ്റിയ നമുക്ക് ക്രിസ്മസ് ഫ്രണ്ടിനുള്ള ഗിഫ്റ്റൊക്കെ മേടിക്കാമെന്നൊക്കെ ഓർത്താണ് നമ്മൾ വന്നത്. പക്ഷെ നമുക്ക് അങ്ങനെ ആയിട്ടൊന്നും കിട്ടിയില്ല. പിന്നെ നമ്മളൊരു കോഫി കുടിക്കാൻ വേണ്ടി തീരുമാനിച്ചു. നല്ല രീതിക്കുള്ള തിരക്കായിരുന്നു. നമുക്കൊരു ടേബിൾ പോലും ഫ്രീ ആയിട്ടില്ലായിരുന്നു. കുറേ പേരൊക്കെ നിന്നാണ് ഭക്ഷണം കഴിച്ചിട്ടൊക്കെ പോയത്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൻ്റെ സെക്ഷനിലോട്ട് കയറുകയാണ്. ഹൈപ്പർ മാർക്കറ്റിൽ കയറുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നമ്മളുടെ കൊച്ചിയിലുള്ള ലുലു മാളിൻ്റെ ഹൈപ്പർ മാർക്കറ്റിൽ പോലെ തന്നെയാണ് ഇവിടെയും. കാരണം ഐറ്റംസ് ഒക്കെ ഇരിക്കുന്നത് ആ ഒരു ഓർഡറിൽ തന്നെയാണ്. അതുകൊണ്ട് നമുക്കും അങ്ങനെ കൺഫ്യൂഷൻസ് ഒന്നും വരാൻ സാധ്യതയില്ല. പിന്നെ ഇതേ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് അവിടെ പാട്ടും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതെല്ലാം കണ്ടിട്ട് ഇറങ്ങി. തിരിച്ചിറങ്ങിയപ്പോഴായിട്ട് രാത്രിയായിട്ടും ഒത്തിരി ആളുകൾ പിന്നെയും വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബും ചെയ്യണേ.